എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ക്ലാസ്സുകൾ എല്ലാവരും കാണുകയും പരിശീലിക്കാൻ തുടങ്ങിയെന്നും വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഏറ്റവും പ്രത്യേകമായിട്ട് പറയാനുള്ളത്, നമ്മൾ എന്തൊക്കെയാണ് ഇത് ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കുറേ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും. എന്നാലും ഏറ്റവും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഒന്ന്, ഏറ്റവും അവയർനെസ്സോടുകൂടി ചെയ്യുക. നമ്മൾ എന്താണ് ചെയ്യുന്നത്, എനിക്കിത് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രയാസമുണ്ടോ, ഇത് ചെയ്യുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ഫീലിംഗ് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. ഓരോ ബ്രീത്തിങ് പരിശീലിക്കുമ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പോൾ എവിടെയെങ്കിലും വെച്ച് നമുക്കൊരു സ്ട്രെയിൻ വരുന്നു, എനിക്കിത് എടുക്കാൻ പറ്റുന്നില്ല, അപ്പം തന്നെ അത് നിർത്തിയിട്ട് നമ്മുടെ നോർമൽ ബ്രീത്തിങ് പാറ്റേണിലേക്ക് പോവുക. ഒരിക്കലും ഒരു സ്ട്രെയിനോട് കൂടി നമ്മളിത് പ്രാക്ടീസ് ചെയ്യാതിരിക്കുക. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ ശ്വസനം നടക്കണം എന്നില്ല. ഇപ്പം ചിലപ്പം നമുക്ക് 1:2 നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വന്നു, നിങ്ങൾക്ക് 5, 10 എന്നുള്ള രീതിയിൽ, അല്ലെ 6, 12 ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ നിങ്ങൾക്കത് പറ്റുന്നില്ല. നിങ്ങൾ ഇന്നലെ വരെ ചെയ്തല്ലോ, എനിക്കിത് പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് നമ്മൾ സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല. നമ്മുടെ ബ്രീത്തിങ്ങിനെ ഒരുപാട് കാര്യങ്ങൾ ആശ്രയിക്കുന്നുണ്ട്. നമുക്ക് സാധാരണഗതിയിൽ ഇതൊന്നും ഫീൽ ചെയ്യാറില്ല. പക്ഷെ നിങ്ങൾ കോൺഷ്യസ് ആയിട്ട് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്കിപ്പോൾ വയറ് നിറച്ച് നമ്മളൊന്ന് ഫുഡ് കഴിച്ചു, അത് എന്തെങ്കിലും ഡൈജഷന് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ബ്രീത്തിങ്ങിന് വ്യത്യാസം വരും. നമുക്ക് കുറച്ച് സ്ട്രെസ് ഉണ്ടെങ്കിൽ ബ്രീത്തിങ്ങിന് വ്യത്യാസം വരും. ക്ലൈമറ്റിന് ചേഞ്ച് ഉണ്ടെങ്കിൽ വരും. പിന്നെ നമുക്ക് ജലദോഷം ഫീൽ ചെയ്യുന്ന ഒരു 2-3 ദിവസം മുമ്പേ നമുക്ക് ബ്രീത്തിങ്ങിന് ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെ ചെറിയൊരു മാറ്റം വരും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അന്ന് ഏത് റേഷ്യോയിലാണോ, അന്ന് ഏതാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക. ഒരിക്കലും ഫോഴ്സ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ലങ്സിനെയോ നമ്മുടെ ശരീരത്തിനെയോ ഒന്നും നമ്മൾ ഈ ഒരു ബ്രീത്തിങ് പരിപാടിയിൽ നിങ്ങൾ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. അത് പ്രത്യേകിച്ച് സ്ട്രെയിൻ കൂട്ടുകയുള്ളൂ, നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളിത് എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ചെയ്യുക. ഒരിക്കലും എനിക്കിത് ഇന്ന് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇത് രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെയ്യണമല്ലോ, അങ്ങനെയൊന്നും വിചാരിക്കരുത്. നമ്മളുടെ ശരീരത്തിനും മനസ്സിനും ഏറ്റവും ഒരു സുഖം കിട്ടുന്ന രീതിയിൽ ഇത് പ്രാക്ടീസ് ചെയ്യുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. ഒരു 2 ദിവസം ചെയ്തു, പിന്നെ കുറച്ച് ദിവസം ചെയ്യാതിരിക്കുന്നു, അങ്ങനെ ആയിരുത്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങളുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് മാത്രം ചെയ്യുക. പിന്നെ നമ്മളിവിടെ ഒരു 8 രീതിയിലുള്ള ശ്വസനം പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഒരാൾക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല, അല്ലെ എല്ലാം കൂടെ ഒരാൾ ചെയ്യണമെന്നില്ല. എല്ലാം പരിശീലിച്ച് നോക്കുക. അപ്പം ചിലപ്പം നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള 1 കിട്ടും, അല്ലെ 2 കിട്ടും. അപ്പോൾ അത് മാത്രം പരിശീലിച്ചാൽ മതി. അല്ലാതെ എല്ലാം ഒരു ദിവസം മുഴുവൻ ബ്രീത്തിങ്ങും ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ വീഡിയോ പലത് കാണുക, ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യുക. അത് വളരെ ശ്രദ്ധിക്കുക. ആ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കി നമുക്ക് മനസ്സിലാവും, എനിക്കിതാണ് ഏറ്റവും നന്നായിട്ട് പറ്റുന്നത്, എനിക്ക് ഈ റേഷ്യോയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ സുഖം കിട്ടുന്നത്. എന്നിട്ട് ആ ഒരു ബ്രീത്തിങ് എല്ലാ ദിവസവും പരിശീലിക്കുക. അല്ല 1-2 ബ്രീത്തിങ് ചെയ്താൽ മതി. അത് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാസം അല്ലെ ഒരു 3 ആഴ്ച ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം ഫീൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പരിശീലിക്കുക. അപ്പോൾ കൈലാസയാത്ര ഏറ്റവും സുരക്ഷിതമായിട്ട് പോയി കൈലാസ ദർശനം എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.